എനിക്കൊരു നല്ല എയർഫോഴ്സ് സിസ്റ്റം പറഞ്ഞേ. ഇത് വേണ്ട. ഓക്കെ, ഈ സ്കെയിലില്ലേ, ഈ സ്കെയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇതിന്റെ മുകളിൽ ഞാനിവിടെ സാധനം ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉറപ്പല്ലേ? ട്രൈ ചെയ്ത് നോക്കിയാലോ? വീണില്ലേ? അപ്പൊ ഇതിട്ട സ്കെയിൽ വീഴും. ഇതെന്താ? പേപ്പറല്ലേ? ഓക്കെ, ഞാൻ ഇങ്ങനെ വെച്ചു. ഇനി സ്കെയിൽ വീഴൂലേ? ഞാൻ പഴയതുപോലെ ഇടാൻ പോവാ. വീഴൂലേ? ഇപ്പൊ പറയണം, എത്ര പേര് വീഴും, എത്ര പേര് വീഴൂല? വീഴൂല എന്ന് ഫസ്ലു സാർ പറഞ്ഞ എക്സ്പ്ലനേഷൻ സാർ പറയണം. അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇടട്ടെ. വീഴൂല എന്നുള്ളവര് കൈബുക്ക്. വീഴൂല എന്നുള്ളവര് 3 പേര്. ഞാൻ എക്സ്പ്ലനേഷൻ ചോദിക്കുവേ. വീഴും എന്നുള്ളവരോ? ബാക്കി എല്ലാരും വീഴും അല്ലേ? ശരി, വീഴൂല. വീണില്ല. ഒരിക്കലും കാണിച്ചു തരാം. ഒരിക്കലും ഇട്ടോ. വീണില്ല. ആൻഡോ സാർ എക്സ്പ്ലനേഷൻ പറയും. ആൻഡോ സാറിന്റെ എക്സ്പ്ലനേഷൻ പറയട്ടെ. അത് ഈ സ്കെയിലിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ വളരെ കുറവാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്ന ഈ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന കുറവാണ്. ഇത്രയും ഏരിയ വന്ന സമയത്ത് ഇത്രയും ഏരിയയിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യും. അതാണ്. എനിക്ക് ഒരുപാട് മോഡുണ്ട്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എത്ര വലിയ സംഭവം അല്ലേ? അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ച് ഭീകരമായ കാര്യങ്ങൾ സാർ പറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ച് ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനല്ല, പക്ഷെ നമ്മൾ പൊതുവേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ആക്ച്വലി ഇൻ ദ സെൻസ് നമ്മളത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ വാല്യൂ ആണ് ആക്ച്വലി. അപ്പോൾ പലരും നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമ്മൾ ഈ കാൽക്കുലേഷൻ, പ്രത്യേകിച്ച് പേപ്പറിലൊക്കെ കുട്ടികളോട് നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കാൽക്കുലേഷൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ശരിക്കും ആ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ വാല്യൂ ആണ് ആക്ച്വലി. സോ പ്രത്യേകിച്ച് ഭീകരം എന്ന് പറയാനില്ല, പക്ഷേ അത് നമ്മുടെ ഇവിടെ ജീവിതം സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മസ്റ്റായ ഒരു കാര്യമാണ്. വൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 101.325 പാസ്കൽ. അതിനെ ബാറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 ബാർ എന്ന് പറയുന്ന 10⁵5 പാസ്കലാണ്. അപ്പം 1.01325 ബാർ എന്ന് പറയാം. അതിനെയാണ് നമ്മൾ 1 ബാർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്ന ബാരോമീറ്റർ യൂസ് ചെയ്തതാണ്. അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വാല്യൂ ആണ്. പാസ്കലിലാണെങ്കിൽ 101.325 പാസ്കൽ, ബാറിലാണെങ്കിൽ 1.01325 ബാർ. ഇനി അതിന് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ ടേംസിൽ പറയാം. അത് വാട്ടറിൻ്റെ ഹെഡിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ 10.3 meters ഓഫ് വാട്ടർ. അതേപോലെ മെർക്കുറിയുടെ ഹെഡിൻ്റെ ടേംസിൽ പറയാം. അതിൽ MMB പറയുകയാണെങ്കിൽ ദറ്റ് ഈസ് 760 mm of Hg. അങ്ങനെ കാണുന്ന പോലെയല്ല, ഭയങ്കര ബുദ്ധിയാണ്. ഓക്കെ, വേറെ സംഭവം ഇതേപോലെ ഇംപ്ലോഷൻ. അത് ഫ്ലൂയിഡ് പ്രഷറിന്റെ ആണ്. അതായത് നമ്മുടെ ഈ ടൈറ്റാൻ അല്ലേ, മീൻസ് ടൈറ്റാനിക്കിനെ കാണാൻ പോയ സമയത്ത് ഇംപ്ലോഡ് ചെയ്ത അത് ആക്ച്വലി എയർ പ്രഷർ അകത്ത് വാട്ടറിന്റെ പ്രഷർ ഉണ്ട് പുറത്തു നിന്ന് ഇംപ്ലോഡ് ചെയ്യുന്നത്. ഇംപ്ലോഷൻ, എക്സ്പ്ലോഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്.